അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം നമ്മൾ നഖം വെട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരു കയ്യിൽ നഖം വെട്ടി മറ്റേ കയ്യിൽ നഖം വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കറാഹത്ത് വരും, അല്ലെങ്കിൽ ഒരു കാലിലെ നഖം വെട്ടി മറ്റേ കാലിലെ നഖം വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറാഹത്ത് വരും എന്നുള്ളതറിയാം. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ നമ്മളെ കാലിലെ നഖം വല്ലാതെ വളർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ രണ്ട് കയ്യിലെ നഖം മാത്രം വെട്ടിക്കഴിഞ്ഞാൽ കാലിലെ വെട്ടാതെ നിന്നാൽ അപ്പോൾ ആ കറാഹത്ത് അവിടെ ബാധിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് കാലിലെ നഖം രണ്ടാഴ്ച കൂടിയിട്ട് നമ്മൾ വെട്ടുന്ന സമയത്ത് കാലിലെ മാത്രം നഖം വലുതായിട്ടുണ്ടാവും, മറ്റേത് നമ്മൾ അതിൻ്റെ മുന്നത്തെ ഒരു ദിവസം വെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ കാല് മാത്രം വെട്ടി കൈമത്തെ നഖം വെട്ടാതിരിക്കുമ്പോൾ ആ കറാഹത്ത് അവിടെ ബാധിക്കും. അതെങ്ങനെയാണ് അതിൻ്റെ ശരിയായ രൂപം വരുന്നത്? നഖം മുറിക്കുന്ന സമയത്ത്, അതായത് കൈയുടേതായാലും കാലിൻ്റേതായാലും, ഒന്നിൽ മാത്രം ചുരുക്കൽ കറാഹത്ത് തന്നെയാണ്. അപ്പോൾ ഒന്നിൽ മാത്രം ചുരുക്കുക എന്ന് പറയുമ്പം ഒരു കയ്യിൻ്റേത് വെട്ടി മറ്റേ കയ്യിൻ്റേത് വെട്ടാതിരിക്കുക, ഒരു കാലിൻ്റേത് വെട്ടി മറ്റേ കാലിൻ്റേത് വെട്ടാതിരിക്കുക, ഇതാണ് അവിടുത്തെ കറാഹത്ത് എന്ന് പറഞ്ഞത്. അതല്ലാതെ എന്തല്ല, ഒരാൾ രണ്ട് കയ്യും ഒരുമിച്ച് വെട്ടി പിന്നെ കാലിൻ്റേത് വെട്ടിയില്ല. കാരണം സ്വാഭാവികമായിട്ടും കയ്യിൻ്റെ നഖം വളരും പോലെ ചിലപ്പോൾ കാലിൻ്റേത് വളർന്നോളണം എന്നുണ്ടാവാറില്ല. എല്ലാവരുടേതോ ചില ആളുടേത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഏതായാലും അങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ചിലപ്പോൾ സൗകര്യപ്പെടാത്തതിൻ്റെ പേര് രണ്ട് കൈ മാത്രം വെട്ടി കാല് വെട്ടില്ല എന്നൊക്കെ വരും, അല്ലെങ്കിൽ കാലിൻ്റെത് വെട്ടുന്ന സമയത്ത് കൈയിൻ്റെത് വെട്ടില്ല എന്നൊക്കെ വരും. അപ്പൊ ഈ കറാഹത്ത് അത് ബാധിക്കുന്നില്ല. ഒന്നിൽ മാത്രം ചുരുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ഒരു കൈയിൻ്റെത് വെട്ടി മറ്റേ കൈയിൻ്റെത് വെട്ടുന്നില്ല, ഒരു കാലിൻ്റെത് വെട്ടി അതേ മറ്റേ കാലിൻ്റെത് വെട്ടുന്നില്ല. ഇങ്ങനെ രൂപത്തിൽ കുറച്ചിൽ വരുത്തുമ്പോഴേ കറാഹത്ത് വരുള്ളൂ എന്നുള്ളത് തുഹ്ഫ അതുപോലെ തന്നെ ഷർവാനി നോക്കിയാൽ വ്യക്തമായിട്ട് കിട്ടും. ഇപ്പൊ ഇങ്ങനെ ഒന്നിൽ ചുരുക്കിയാൽ അത് കറാഹത്താണ് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 2-ാം വാള്യം ഇതിന്റെ 709-ാമത്തെ പേജിലുണ്ടോ ഇസാലത്തുൽ, അതായത് നമ്മുടെ ജുമയ്ക്ക് കാര്യമായിട്ടുള്ള സുന്നത്തുകൾ പറയുന്ന കൂട്ടത്തിൽ നഖം വെട്ടുകളൊക്കെ പെട്ടാണല്ലോ. അതങ്ങനെ എണ്ണുന്നോടത്തും ഈ യദൈഹി വരിജിലൈഹി ഉണ്ടോ, രണ്ട് കയ്യിൽ നിന്നും രണ്ട് കാലിൽ നിന്നൊക്കെ നഖം വെട്ടൽ സുന്നത്ത് തന്നെയാണ്. ലാ അഹദിഹിമ, രണ്ടിൽ നിന്നും ഒന്നിൽ മാത്രമല്ല, ഫയുക്റഹു, അങ്ങനെ ഒന്നിൽ മാത്രം ചുരുക്കുമ്പോൾ അത് കറാഹത്താകും. ഒരു കാരണമൊന്നും കൂടാതെ ചിലപ്പോൾ ഒരു കാരണം കൂടാതെ ഒന്നിൽ മാത്രം ചുരുക്കരുത്. അപ്പോൾ ഒരു കൈ മാത്രം വെട്ടി മറ്റേ കൈ മാത്രം വെട്ടാതിരിക്കുക, ഒരു കാല് വെട്ടി മറ്റേ കാല് വെട്ടാതിരിക്കുക, ഇങ്ങനെ വെട്ടുന്നതിനെ പറ്റിയിട്ടാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. അവിടെ മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് ആശത്തു ഷർവാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ രണ്ട് കൈ വെട്ടി രണ്ട് കാല് വെട്ടാതിരിക്കുമ്പോൾ കറാഹത്ത് കയറി വരികയില്ല. അത് ഈ പറയുന്ന രൂപത്തിൽ മനസ്സിലാക്കിയെടുക്കണം എന്ന് ഷർവാനിയുടെ 3-ാം വാള്യം ഇതിന്റെ 280-ാമത്തെ പേജിൽ പറയണോ. രണ്ട് കൈയും വെട്ടി രണ്ട് കാല് വെട്ടിയില്ല. അപ്പൊ രണ്ട് കാല് വെട്ടാതെ രണ്ട് കൈയും ചുരുക്കി, രണ്ട് കൈയും വെട്ടിയിട്ടുണ്ട്, ഒരു കൈ അല്ല കേട്ടോ, രണ്ട് കൈയും വെട്ടിയിട്ടുണ്ട്, കാലിനെ തൊട്ടിട്ടല്ല. അല്ലെങ്കിൽ അക്സും, അപ്പൊ രണ്ട് കാല് വെട്ടുന്ന സമയത്ത് കൈ വെട്ടിയില്ല, അപ്പൊ കാലിന്റെ നഖം വെട്ടുന്ന സമയത്ത് എന്തായില്ല, കൈയിന്റെ നഖം വെട്ടിയേ ഇല്ല. അങ്ങനെ ഈ രൂപത്തിലൊക്കെ ഒരാൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഫലാ കറാഹത്ത ഫീഹി, ഇതിലെന്തില്ല, കറാഹത്ത് വരുന്നില്ല. കാരണം അത് ഒന്നുകൊണ്ട് ചുരുക്കുക എന്ന് അതിൽ പെടുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഫീമാ യദ്ഹറു ബസ്രിയുൻ വ ശൈഖുന, നമ്മുടെ ഷെയ്ഖുനെയൊക്കെ അങ്ങനെ പറഞ്ഞു, ബാസൂരി ഇമാമാണ്, അവരൊക്കെ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ ആകെത്തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് കൈയിന്റെ നഖം വെട്ടുന്ന സമയത്ത് രണ്ട് കൈയിന്റെ നഖം വെട്ടിപ്പോവണം. അപ്പൊ ഇവിടെ കാല് എന്ന് പറഞ്ഞ സംഗതി വെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, കാലിന്റെ നഖം വെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്താവൂല, കറാഹത്ത് കയറി വരില്ല. അപ്പൊ ഒന്നുകൊണ്ട് ചുരുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൈ എന്ന് പറയുമ്പം രണ്ട് കൈയിൽ നിന്ന് ഒന്ന്, രണ്ട് കാലിൽ നിന്ന് ഒന്ന്, അങ്ങനെയുള്ളൂ, മറ്റേ കറാഹത്ത് കയറി വരുന്നില്ല കേട്ടോ.